എല്ലാവർക്കും സാംസ് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കേരള പി എസ് സി നടത്തിയിട്ടുള്ള പരീക്ഷകളിൽ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ഒരു വിഭാഗത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്, അല്ലെങ്കിൽ ജാതി സംഘടനകൾ തുടങ്ങിയവ. അപ്പം അതിൽ ആരാണ് സ്ഥാപിച്ചത്, ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ഇതിൻ്റെ വർഷം ഏതൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് സാധാരണഗതിയിൽ പി എസ് സി പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എല്ലാ സംഘടനകളെയും നമുക്ക് പറഞ്ഞു പോകാൻ കഴിയില്ല. ബ്രഹ്മസമാജം സ്ഥാപിച്ചത് ആരാണ്? ബ്രഹ്മസമാജം സ്ഥാപിച്ച വ്യക്തിയാണ് രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയാണ് ബ്രഹ്മസമാജം സ്ഥാപിച്ചത്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് നമുക്കൊരു കാര്യമല്ലേ അറിയാം. രാജാറാം മോഹൻ റോയെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ തന്നെ ആദ്യം തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന എന്താണ്? സതീ സമ്പ്രദായം അല്ലേ. ഭർത്താവ് മരിച്ച വിധവയായ സ്ത്രീയെ ചിതയിൽ ചാടി ജീവനൊടുക്കുന്ന ഒരു സമ്പ്രദായം ഇന്ത്യയിലുണ്ടായിരുന്നു. ആ സമ്പ്രദായത്തിൻ്റെ പേരായിരുന്നു സതി. ഈ സതി നിരോധിക്കാൻ കാരണക്കാരനായ വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അത് രാജാറാം മോഹൻ റോയിയാണ്. രാജാറാം മോഹൻ റോയിയാണ് ബ്രഹ്മസമാജം സ്ഥാപിച്ചത്. ഇദ്ദേഹമാണ് സതി സമ്പ്രദായം ഇന്ത്യയിൽ നിന്നു പോകാനുള്ള കാരണക്കാരൻ. ഇതൊരു ദുരാചാരമായിരുന്നു. അത് അദ്ദേഹം അല്ലെ ബ്രഹ്മസമാജത്തിൻ്റെ പ്രവർത്തന ഫലമായി അത് എതിർക്കപ്പെടുകയും അങ്ങനെ വൈസ്രോയി ആയിരുന്ന വില്യം പെൻഡിക്ക് 1829 ഈ സതി സമ്പ്രദായം നിർത്തലാക്കുകയും ചെയ്തു. അപ്പോൾ ആ ഒരു ചോദ്യത്തിൽ നിന്ന് നമ്മൾ 2 ചോദ്യങ്ങൾ പഠിച്ചിരിക്കുന്നു. അടുത്തതായിട്ട് ആര്യ സമാജം ആരാണ് സ്ഥാപിച്ചത്? സ്വാമി ദയാനന്ദ സരസ്വതി. ആര്യ സമാജം സ്ഥാപിച്ചത് ദയാനന്ദ സരസ്വതി ആയിരുന്നു. ഏത് വർഷമാണ്? 1875. ആര്യ സമാജം സ്ഥാപിച്ചത് 1875. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേരെന്തായിരുന്നു? ദയാനന്ദ സരസ്വതിയുടെ മൂൽ ശങ്കർ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. അപ്പം പി എസ് സി ഇതുമായി ബന്ധപ്പെട്ട് ചോദിച്ച ചോദ്യങ്ങൾ കൂടി ഞാനങ്ങ് എടുത്തു പറയുകയാണ്. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് മൂൽ ശങ്കർ എന്നായിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായൊരു ബുക്കുണ്ട്, ഒരു ഗ്രന്ഥമുണ്ട്, സത്യാർത്ഥ പ്രകാശം എന്ന് പറയുന്ന ഗ്രന്ഥം എഴുതിയതും ഈ ദയാനന്ദ സരസ്വതിയായിരുന്നു. അടുത്തത് സെർവൻസ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റി എന്ന സംഘടന സ്ഥാപിച്ച് സെർവൻറ്റ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റി സ്ഥാപിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. 1905 അദ്ദേഹം ഈ സംഘടന സ്ഥാപിക്കുന്നത്. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു എന്നറിയപ്പെടുന്നത് ഗോപാലകൃഷ്ണ ഗോഖലെയായിരുന്നു. ഇനി സെർവൻറ്റ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റി സ്ഥാപിച്ചത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പൂനെയിലാണ്, മഹാരാഷ്ട്രയിലെ പൂനെയിലാണ് സ്ഥാപിക്കുന്നത്. പിന്നെ തിയോസഫിക്കൽ സൊസൈറ്റി ഓഫ് ഇന്ത്യ, കേണൽ ഓൾക്കോട്ട്, പിന്നെ മാഡൻ ബ്ലാവഡ്സ്കിയും കൂടെയാണ് തിയോസഫിക്കൽ സൊസൈറ്റി ഓഫ് ഇന്ത്യ. അതൊക്കെ സാധാരണ അദ്ദേഹം ചോദിച്ചു കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് പേര് മാത്രം പറഞ്ഞു പോകുന്നത്. ഹോം റൂൾ പ്രസ്ഥാനം സ്ഥാപിക്കുന്നത് ആനി ബസന്റാണ്. ഹോം റൂൾ പ്രസ്ഥാനം സ്ഥാപിക്കുന്നത് ആനി ബസന്റാണ്. ഹോം റൂൾ പ്രസ്ഥാനത്തെക്കുറിച്ച് ചോദിക്കുന്നതിനേക്കാളും ചോദിച്ചിട്ടുണ്ട്, എങ്കിലും ആനി ബസന്റിനെ കുറിച്ച് നമ്മളൊന്ന് മനസ്സിലാക്കണം. അപ്പോൾ ആനി ബസന്റ് ഹോം റൂൾ പ്രസ്ഥാനം 1916 സ്ഥാപിക്കുന്നത്. INCയുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിരുന്ന വിദേശ വനിതയാണ് ആനി ബസന്റ്. അപ്പോൾ ഈ ഹോം റൂൾ പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യമുണ്ടായിരുന്നു. എന്തായിരുന്നു? ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ നിന്നുകൊണ്ട് തന്നെ നാട്ടുരാജ്യങ്ങൾക്ക് സ്വയം ഭരണത്തിനുള്ള അവകാശം കൊടുക്കുക എന്നായിരുന്നു ഹോം റൂൾ പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യം. ബ്രിട്ടീഷ് ഭരണത്തെ എതിർക്കുകയല്ല, പരോക്ഷമായിട്ട് എതിർക്കുകയാണോ, പ്രത്യക്ഷമായിട്ട് എതിർക്കുന്നു എന്ന് പറയാൻ പറ്റില്ല. പകരം എന്താണ്, ഇവർക്ക് ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ കീഴിൽ തന്നെ നിൽക്കുന്നതിന് വിരോധമില്ല. പക്ഷേ നാട്ടുരാജ്യങ്ങൾക്ക് സ്വതന്ത്ര പദവി ലഭിക്കണമെന്ന് ആഗ്രഹിച്ച പ്രസ്ഥാനമാണ് ഹോം റൂൾ പ്രസ്ഥാനം. സ്ഥാപകയാണ് ആനി ബസന്റ്. രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് സ്വാമി വിവേകാനന്ദനാണ്. രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ച വിവേകാനന്ദനാണ്. എടുത്ത് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. 1897 രാമകൃഷ്ണ മിഷൻ സ്ഥാപിക്കുന്നത്. ഇത് ആരുടെ ഓർമ്മയ്ക്കാണെന്ന് വെച്ചാൽ ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനും അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കുമായിട്ടൊക്കെയാണ് രാമകൃഷ്ണ മിഷൻ സ്ഥാപിക്കുന്നത് കേട്ടോ. ഇനി അടുത്തായിട്ടൊരു കാര്യം പറയാം. ഇത് രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് ആരാണെന്നൊരു ചോദ്യം വന്നാൽ സാധാരണഗതിയിൽ ശ്രീരാമകൃഷ്ണ പരമഹംസർ എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും. നമ്മൾ പെട്ടെന്ന് കയറി കറുപ്പിക്കാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് വ്യക്തമായിട്ട് കേൾക്കുക. സ്വാമി വിവേകാനന്ദനാണ്. 1897 രാമകൃഷ്ണ മിഷൻ്റെ ആസ്ഥാനം എവിടെയാണ്? ബേലൂർ മഠം, പശ്ചിമ ബംഗാൾ. പിന്നെ ഭൂദാന പ്രസ്ഥാനം ആരംഭിച്ചത് ആചാര്യ വിനോബ ഭാവെ. അപ്പോൾ ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടിയാണ് 1897 രാമകൃഷ്ണ മിഷൻ സ്ഥാപിക്കുന്നത് സ്വാമി വിവേകാനന്ദൻ.
അടുത്ത ചോദ്യം, ഭൂദാന പ്രസ്ഥാനം ആരംഭിച്ചത് ആരാണ്? ഭൂദാന പ്രസ്ഥാനം ആരംഭിച്ചത് ആചാര്യ വിനോബ ഭാവെയാണ്. ആചാര്യ വിനോബ ഭാവെയാണ് ഭൂദാന പ്രസ്ഥാനം ആരംഭിക്കുന്നത്. എന്താണ് ഭൂദാന പ്രസ്ഥാനം? ആചാര്യ വിനോബാവയുടെ നേതൃത്വത്തിൽ ജന്മിമാരുടെ കയ്യിൽ നിന്നും അല്ലെങ്കിൽ സമ്പന്നരായ ആളുകളുടെ കയ്യിൽ നിന്നും സ്ഥലങ്ങൾ ദാനമായി വാങ്ങി സമ്പത്തില്ലാത്ത അല്ലെങ്കിൽ ദരിദ്രരായ ആളുകൾക്ക് വീതിച്ച് നൽകുക, അത് സൗജന്യമായിട്ട് തന്നെ വീതിച്ച് നൽകുന്ന പ്രസ്ഥാനമായിരുന്നു ഭൂദാന പ്രസ്ഥാനം. 1951 ഈ പ്രസ്ഥാനം ആരംഭിക്കുന്നത്. എവിടെയാണ്? തെലുങ്കാനയിലെ പോച്ചമ്പള്ളി എന്ന സ്ഥലത്താണ് ഭൂദാന പ്രസ്ഥാനം ആരംഭിക്കുന്നത്. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചത് സർ സയ്യിദ് അഹമ്മദ് ഖാനാണ്. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുന്നത് സർ സയ്യിദ് അഹമ്മദ് ഖാൻ. അദ്വൈത സിദ്ധാന്തം പദ്ധതിയുടെ ഉപജ്ഞാതാവ് ആരാണെന്ന് ചോദിച്ചാൽ ശ്രീ ശങ്കരാചാര്യരാണ്. അദ്വൈത സിദ്ധാന്തം പദ്ധതിയുടെ ഉപജ്ഞാതാവ് ശ്രീ ശങ്കരാചാര്യരാണ്. ശങ്കരാചാര്യ മലയാളിയാണെന്നറിയാലോ. അദ്ദേഹത്തിന് സ്വദേശം കാലടിയാണ്. അതുപോലെ തന്നെ ഒരു മലയാളിയുടെ പേരിൽ ആദ്യമായിട്ടൊരു യൂണിവേഴ്സിറ്റി ഉണ്ടാകുന്നത് ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയാണ്. ആ യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനവും കാലടിയാണ്. ഇന്ത്യൻ നാഷണൽ ആർമി INA സ്ഥാപിച്ചത് ആരാണ്? സുഭാഷ് ചന്ദ്ര ബോസാണ്. ഇന്ത്യൻ നാഷണൽ ആർമി അഥവാ INA സ്ഥാപിച്ച സുഭാഷ് ചന്ദ്ര ബോസാണ്. അതിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. നമ്മളെന്തായാലും നോക്കണ്ട. സാധാരണ PSC അംഗീകരിക്കുന്ന സുഭാഷ് ചന്ദ്ര ബോസിൻ്റെ പേര് തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് ആ പേര് തന്നെ നോക്കാം. അപ്പോൾ ഈ INA ക്യാപ്റ്റൻ ലക്ഷ്മി അല്ലെങ്കിൽ ലക്ഷ്മി സൈഗാളൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന മലയാളിയായ ക്യാപ്റ്റൻ ലക്ഷ്മിയൊക്കെ ക്യാപ്റ്റനായിരുന്നത് ഈ INA. ക്യാപ്റ്റൻ ലക്ഷ്മിയുടെ റെജിമെൻറ്റ് ഏതായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട്. ഝാൻസി റാണി റെജിമെൻറ്റിലായിരുന്നു ക്യാപ്റ്റൻ ലക്ഷ്മി ജോലി ചെയ്തുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ രാഷ്ട്രസേവനം നടത്തിക്കൊണ്ടിരുന്നത്. അടുത്തായിട്ട് ഇന്ത്യയിലെ പഞ്ചവത്സര പദ്ധതികൾ ആരംഭിച്ചതാണ് ജവഹർലാൽ നെഹ്റുവാണ്. PSCയുടെ സ്ഥിരം ചോദ്യമാണ്. ഇന്ത്യയിലെ പഞ്ചവത്സര ആരംഭിക്കുന്ന ആരാണ്? ജവഹർലാൽ നെഹ്റുവാണ്. പഞ്ചവത്സര പദ്ധതി കടമെടുത്തിരിക്കുന്നത് റഷ്യയിൽ നിന്നുമാണ്. ഏത് വർഷം മുതലാണ് പഞ്ചവത്സര പദ്ധതി ആരംഭിക്കുന്നത്? 1951 മുതൽ കേട്ടോ. ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതി 1951 മുതൽ 56 വരെയാണ്. 51 മുതൽ 56 വരെയാണ്. കൃഷിക്കായിരുന്നു മുൻതൂക്കം നൽകിയിരുന്നത്. അവസാനത്തെ പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത് 2012 മുതൽ 2017 വരെയായിരുന്നു. 2012 മുതൽ 2017 വരെയായിരുന്നു അവസാനത്തെ പഞ്ചവത്സര പദ്ധതി. ഇപ്പോൾ നിലവിൽ പഞ്ചവത്സര പദ്ധതികളില്ല. മോദി സർക്കാർ നിലവിൽ വന്നതോടെ പഞ്ചവത്സര പദ്ധതികൾ മാറ്റുകയാണ് ചെയ്തത്. അപ്പം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇത്രയും ചോദ്യങ്ങൾ മനസ്സിലാക്കുക. 1951 ആദ്യത്തെ പഞ്ചവത്സര പദ്ധതി. ശുദ്ധി മൂവ്മെൻറ്റ് നടത്തിയതാരാണ്? ശുദ്ധി മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ശുദ്ധി പ്രസ്ഥാനം നടത്തിയത് സ്വാമി ദയാനന്ദ സരസ്വതിയായിരുന്നു. അതായത് അതിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ഇന്ത്യൻ വംശജരായ ഹിന്ദുക്കളെ ഹിന്ദുക്കളാക്കി മാറ്റുക എന്ന ലക്ഷ്യം. അതായത് ഹിന്ദു മതത്തിൽ നിന്നും കൺവേർട്ട് ചെയ്ത് പോയിട്ടുള്ള അഹിന്ദുക്കളായ ആളുകളെ, ഇന്ത്യയിൽ താമസിക്കുന്ന ഇന്ത്യൻ പൗരന്മാരെ വീണ്ടും ഹിന്ദു മതത്തിലേക്ക് എത്തിക്കുക എന്നതായിരുന്നു ശുദ്ധി പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യം. അതിൻ്റെ സ്ഥാപകൻ എന്ന് പറയുന്നത് സ്വാമി ദയാനന്ദ സരസ്വതിയായിരുന്നു. ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയൻ്റൽ സ്റ്റഡീസ് നന്ദലാൽ ബോസിൻ്റെയാണ് ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയൻ്റൽ സ്റ്റഡീസ്. പിന്നെ സ്വരാജ് പാർട്ടിയാണ് CR ദാസും മോട്ടിലാൽ നെഹ്റുവും കൂടെ സ്ഥാപിച്ച പാർട്ടിയാണ് സ്വരാജ് പാർട്ടി. അത് ആരാണ് സ്ഥാപിച്ചതെന്ന് ചോദിച്ചിട്ടുണ്ട്. PSC ചോദിച്ചിട്ടുണ്ട്. അത് CR ദാസും മോട്ടിലാൽ നെഹ്റുവായിരുന്നു. സോഷ്യൽ സർവീസ് ലീഗ് MN ജോഷി. ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് NA ജോഷി. റെഡ് ഷർട്ട്സ് ആരാണ്? ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ഖിലാഫത്ത് മൂവ്മെൻ്റ് ആയിരുന്നു അലി സഹോദരന്മാർ. ഖിലാഫത്ത് പ്രസ്ഥാനവുമായിട്ടൊക്കെ 5 തവണ കേരളത്തിൽ ഗാന്ധിജി വന്നിട്ടുണ്ട്. അതിൽ ഒരു തവണ വന്നത് ഈ ഖിലാഫത്ത് മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു. അപ്പോൾ ഖിലാഫത്ത് പ്രസ്ഥാനം സ്ഥാപിച്ച ആരാണ് അല്ലെങ്കിൽ ഖിലാഫത്ത് മൂവ്മെൻറ്റിന് തുടക്കം കുറിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അലി സഹോദരന്മാരാണ്. ഭാരതീയ വിദ്യാഭവൻ സ്ഥാപിച്ചതാണ് KM മുൻഷിയാണ്. ഭാരതീയ വിദ്യാഭവൻ സ്ഥാപിച്ചത്. KM മുൻഷിയെക്കുറിച്ച് നമ്മൾ മറ്റൊരു കാര്യം കേട്ടിട്ടുണ്ട്. വനമഹോത്സവ് തുടങ്ങിയത് ആരാണെന്നുള്ള സ്ഥിരമായിട്ട് PSC ചോദിക്കുന്ന ചോദ്യമാണ്. അത് KN മുൻഷിയായിരുന്നു. 1950 വനമഹോത്സവ് KN മുൻഷി തുടങ്ങുന്നത്. അന്നത്തെ കേന്ദ്ര കൃഷിമന്ത്രിയായിരുന്നു അദ്ദേഹം. ഇനി എന്താണ് വനമഹോത്സവം എന്ന് വെച്ചാൽ നമ്മുടെ പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് വൃക്ഷത്തൈകൾ നടുന്ന രീതിയാണ്. 1950 മുതൽ തുടങ്ങിയത് ആരാണെന്നാണ് സാധാരണ ചോദിക്കാറ്. ഇന്ത്യൻ ഹോം റൂൾ ലീഗ് ബാലഗംഗാധര തിലകൻ. സത്യശോധക സമാജ് ജ്യോതിബ ഗോവിന്ദറാവു പുലെ.
ഗദ്ദാർ പാർട്ടിയാണ് ലാല ഹർദയാൽ. ഗദ്ദാർ പാർട്ടി സ്ഥാപിച്ചത് ലാല ഹർദയാൽ. ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിൻ്റെ സ്ഥാപിച്ചാണ് ബാബ ആംദെ. പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗ്. അതൊക്കെ PSC എടുത്തെടുത്ത് ചോദിച്ചിട്ടുള്ളതാണ്. ബോംബെ അസോസിയേഷൻ ഫിറോസ് ഷാ മേത്ത. സെൽഫ് റെസ്പെക്റ്റ് മൂവ്മെൻറ്റ് സ്വാഭിമാന പ്രസ്ഥാനം എന്ന് പറയും പെരിയോർ EV രാമസ്വാമി നായ്ക്കർ. പെരിയോർ എന്നറിയപ്പെടുന്നത് ആരാണെന്ന് PSC ചോദിച്ചിട്ടുണ്ട്. EV രാമസ്വാമി നായ്ക്കറാണ്. അതുതന്നെ കപ്പലോട്ടിയ തമിഴൻ എന്ന് പറഞ്ഞും അദ്ദേഹം അറിയപ്പെടാറുണ്ട്. ബോയ് സ്കൗട്ട്സ് ഇൻ ഇന്ത്യ NM ബാജ്പേയി. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ്, സത്യമൂർത്തി. അപ്പോൾ അത് നമുക്ക് വേണം ചോദിക്കാം, ആരൊക്കെ കൂടിയാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് സ്ഥാപിച്ചത്? നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ്, സത്യമൂർത്തി. ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് നവാബ് സലീമുല്ല ഖാൻ, ആഖാ ഖാൻ. ഈ ആഖാ ഖാൻ എന്നുള്ള പേര് നിങ്ങൾ വേറെ കേട്ടിട്ടുണ്ടാകും. എന്താണ് ഗാന്ധിജി അവസാനമായി തടവിൽ കിടന്ന കൊട്ടാരത്തിൻ്റെ പേരും ഈ ആഖാ ഖാൻ കൊട്ടാരം എന്നായിരുന്നു. പക്ഷേ ഇതൊരു വ്യക്തിയുടെ പേരാണ് കേട്ടോ. അടുത്തത് വേദ സമാജ് മഹാദേവ് ഗോവിന്ദ് റാനഡെ. മഹാദേവ് ഗോവിന്ദ് റാന അതാണ് MG റാനഡെ എന്ന് നമ്മൾ പഠിക്കുന്നു. ഓൾ ഇന്ത്യ ഹരിജൻ സേവക് സംഘ് മഹാത്മാഗാന്ധി. സർവോദയ മൂവ്മെൻറ്റ് ജയപ്രകാശ് നാരായൺ. ദേവസമാജ് ശ്രീനാരായണൻ അഗ്നിഹോർത്തി. ചിന്മയ മിഷൻ സ്വാമി ചിന്മയാനന്ദ. വനമഹോത്സവ് KM മുൻഷി. വനമഹോത്സവത്തിനെ കുറിച്ച് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു. 1950 അതിന് ലക്ഷ്യം എന്താണെന്നും അത് ആരാണ് നടത്തിയതെന്നും കൃത്യമായിട്ട് പറഞ്ഞു തന്നിരുന്നു. അടുത്തത് വിശ്വഭാരതി രവീന്ദ്രനാഥ ടാഗോർ. എന്താണ് വിശ്വഭാരതി? കൽക്കത്തയിലെ വിശ്വഭാരതി എന്ന് പറയുന്ന ഇന്ത്യയിലെ കേന്ദ്ര സർവകലാശാലകളിലൊന്നാണ്. രവീന്ദ്രനാഥ ടാഗോറാണ് സ്ഥാപിക്കുന്നത്. 1921 ഡിസംബർ മാസം 23-ാം തീയതിയാണ്. 1921 ഡിസംബർ മാസം 23-ാം തീയതിയാണ് വിശ്വഭാരതി യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുന്നത്. പിന്നെ ആദ്യത്തെ പേര് ശാന്തി നികേതനാണ്. ഇപ്പോൾ അതിൻ്റെ കേന്ദ്രം എന്ന് പറയുന്നത് പശ്ചിമ ബംഗാളിലെ ശാന്തി നികേതനിലാണ് ഈ വിശ്വഭാരതി യൂണിവേഴ്സിറ്റി ഉള്ളത്. കേന്ദ്ര സർവകലാശാലയാണെന്ന് നേരത്തെ പറഞ്ഞു. ഒരു പ്രത്യേകതയുണ്ട്. സാധാരണ ഒരു സർവകലാശാലയുടെ ചാൻസലർ എന്ന് പറയുന്നത് ആ സംസ്ഥാനത്തിൻ്റെ ഗവർണറാണ്. എന്നാൽ വിശ്വഭാരതി യൂണിവേഴ്സിറ്റിയുടെ അല്ലെങ്കിൽ സർവകലാശാലയുടെ ചാൻസലർ എപ്പോഴും പ്രധാനമന്ത്രിയായിരിക്കും. അതുകൊണ്ട് ഇപ്പോൾ തന്നെ നരേന്ദ്രമോദിയാണെന്ന് വിചാരിച്ചു കൊള്ളുക. അപ്പം ഇന്ത്യയിൽ പ്രധാനമന്ത്രി ചാൻസലറായിട്ടുള്ള സർവകലാശാല ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വിശ്വഭാരതി സർവകലാശാലയാണ്. ആരാണ് സ്ഥാപിച്ചത്? രവീന്ദ്രനാഥ് ടാഗോർ. അടുത്ത ദിൻ-ഇ-ഇലാഹി മതം സ്ഥാപിച്ചത് ആരാണ്? അക്ബറാണ്. അക്ബർ സ്ഥാപിച്ച മതമാണ്, ഒരു സംഘടനയല്ല, മതമാണ് ദിൻ-ഇ-ഇലാഹി. ജൈനമതം സ്ഥാപിച്ച വർദ്ധമാന മഹാവീരൻ. ക്രിസ്തുമതം സ്ഥാപിക്കുന്നത് യേശു ക്രിസ്തു. ഇസ്ലാം മതം സ്ഥാപിക്കുന്ന മുഹമ്മദ് നബി. ബുദ്ധമതം സ്ഥാപിക്കുന്നത് ശ്രീബുദ്ധൻ. രാഷ്ട്രീയ സ്വയം സേവക് സംഘാണ് സ്ഥാപിക്കുന്നത് കേശവ ബലിറാം ഹെഡ്ഗേവർ. ഹെഡ്ഗേവർ സ്ഥാപിച്ച സംഘടനയാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘടന അഥവാ RSS. 1925 RSS സംഘടന സ്ഥാപിക്കുന്നത്. അടുത്ത നമ്മൾ 43-ാമത്തെ ക്വസ്റ്റിലേക്ക് വരികയാണ്. ഭാരതീയ മസ്ദൂർ സംഘം സ്ഥാപിക്കുന്നത് ദത്തോബാന്ത് ദോങ്ജി ആയിരുന്നു. ജനസംഘം സ്ഥാപിക്കുന്നത് ശ്യാമപ്രസാദ് മുഖർജി. ഇന്ത്യൻ നാഷണൽ ആർമി INA സ്ഥാപിക്കുന്നത് നേതാജി സുഭാഷ് ചന്ദ്രബോസ്. എൻ്റെ ഡീറ്റെയിൽസ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. തത്വബോധിനി സഭ ദേവേന്ദ്രനാഥ ടാഗോർ. അഹമ്മദീയ മൂവ്മെൻറ്റ് മിർസ ഗുലാം അഹമ്മദ്. മഹർ പ്രസ്ഥാനം അംബേദ്കർ. ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ ദാദാഭായ് നവറോജി. ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ ആരാണ് സ്ഥാപിച്ചതെന്ന് PSC ചോദിച്ചിട്ടുണ്ട്. അത് ദാദാഭായ് നവറോജിയാണ്. യുണൈറ്റഡ് ഇന്ത്യ പാട്രിയാറ്റിക് അസോസിയേഷൻ സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആയിരുന്നു. പിന്നെ അടുത്തതാണ് നമ്മൾ PSC സ്ഥിരമായി ചോദിക്കുന്ന പ്രസ്ഥാനമാണ്. 51-ാമത്തെ ചോദ്യമാണ്. ചിപ്കോ പ്രസ്ഥാനം ആരാണ് സ്ഥാപിച്ചത്? സുന്ദർലാൽ ബഹുഗുണ. ഒരു പരിസ്ഥിതി പ്രസ്ഥാനമായതുകൊണ്ട് തന്നെ എല്ലാ കാലത്തും അതിൻ്റെ പ്രസക്തി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. മരങ്ങൾ മുറിക്കുന്നതിനെതിരെയായിട്ട് ഉയർന്നു വന്ന ഒരു പ്രസ്ഥാനമായിരുന്നു ചിപ്കോ പ്രസ്ഥാനം. ഉത്തരാഖണ്ഡിലെ ചമോലി ജില്ലയിൽ നിന്നുമാണ് ചിപ്കോ മൂവ്മെൻറ്റിൻ്റെ തുടക്കം. ചിപ്കോ മൂവ്മെൻ്റ് എന്ന് പറയാറുണ്ട് കേട്ടോ. 52 ഹിതകാരിണി സമാജം വീരേശലിംഗം. 53 ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. അതാരാണ് സ്ഥാപിച്ചതെന്ന് എല്ലാവർക്കും അറിയാം. SNDP സ്ഥാപിക്കുന്നത് ശ്രീനാരായണ ഗുരുവാണ്. അദ്ദേഹമായിരുന്നു ആദ്യത്തെ പ്രസിഡൻറ്റ്. ആജീവനാന്തകാല പ്രസിഡൻറ്റും ശ്രീനാരായണ ഗുരു തന്നെയാണ്. സ്ഥാപിച്ച വർഷം 1903 SNDP സ്ഥാപിക്കുന്നത്. യോഗക്ഷേമ സഭ സ്ഥാപിക്കുന്നത് നായർ സർവീസ് സൊസൈറ്റി അഥവാ NSS സ്ഥാപിക്കുന്നത് മന്നത്ത് പത്മനാഭനാണ്. നായർ സമുദായത്തിൻ്റെ ഉന്നമനത്തിനായിട്ട് ആരംഭിച്ച
ഒരു പ്രസ്ഥാനമാണ് NSS. ആദ്യത്തെ പ്രസിഡന്റ് K. കേളപ്പനായിരുന്നു. 1914 NSS സ്ഥാപിക്കുന്നത്. NSSൻ്റെ ആസ്ഥാനം കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരിയിലെ പെരുന്നയാണ്. NSSൻ്റെ ആദ്യ മീറ്റിംഗ് നടക്കുന്നതും ഈ പെരുന്നയിലാണ് ആദ്യമായിട്ട്. അപ്പോൾ NSSൻ്റെ ആസ്ഥാനം വരുന്നതും പെരുന്നയിൽ തന്നെയാണ്. അടുത്തായിട്ട് യോഗക്ഷേമ സഭ. എന്താണ്? നമ്പൂതിരി സമുദായത്തിൻ്റെ ഉന്നമനത്തിനായി. NSS നായർ സമുദായത്തിൻ്റെ ഉന്നമനത്തിനായിട്ടാണെങ്കിൽ യോഗക്ഷേമ സഭ സ്ഥാപിക്കുന്നത് നമ്പൂതിരി സമുദായത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി സ്ഥാപിച്ച സംഘടനയാണ് യോഗക്ഷേമ സഭ. സ്ഥാപിക്കുന്നത് 1908 ആരംഭിച്ചത് കുറൂർ ഉണ്ണി നമ്പൂതിരിയാണ്. പക്ഷേ PSC ചില പരീക്ഷകളിലൊക്കെ ആൻസർ കീ കൊടുത്തിരിക്കുന്നത് VT ഭട്ടതിരിപ്പാടെന്നാണ്. ഇതിനകത്ത് നമ്മൾ VT ഭട്ടതിരിപ്പാടെന്ന് തന്നെയാണ് പഠിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ 1896 VT ഭട്ടതിരിപ്പാട് ജനിക്കുന്നത്. 1908 ഈ സംഘടന സ്ഥാപിക്കുന്നത്. അപ്പോൾ VT ഭട്ടതിരിപ്പാടിന് അന്ന് 12 വയസ്സേ ഉള്ളൂ. അപ്പോൾ കുറൂർ ഉണ്ണി നമ്പൂതിരി സ്ഥാപിച്ച ഈ യോഗക്ഷേമ സഭയുടെ യുവാവായിരുന്ന VT ഭട്ടതിരിപ്പാടിൻ്റെ കടന്നുവരവോടുകൂടി സംഘടനയ്ക്ക് പുതിയ ഊർജ്ജമുണ്ടാവുകയും സംഘടന വിവിധ മേഖലകളിലേക്ക് വ്യാപിക്കുകയും ചെയ്തു. അതുകൊണ്ട് VT ഇതിൻ്റെ ഒരു പ്രധാന പ്രവർത്തകനാണെന്ന് പറയുന്നതാണ് കൂടുതലും ശരി. പക്ഷേ എപ്പോഴും നമ്മൾ PSCയുടെ ആൻസർ കീയുമായി മുന്നോട്ട് പോകുന്നതാണ് നല്ലത്. പിന്നെയാണ് നമ്പൂതിരി യുവജന സംഘം. അത് സ്ഥാപിച്ചത് VT ഭട്ടതിരിപ്പാട്. ആത്മബോധോദയ സംഘം ശുഭാനന്ദ ഗുരു. ആത്മബോധിനി സംഘം ശുഭാനന്ദ ഗുരു. ഈഴവ സഭ ഡോക്ടർ പൽപ്പു. മലബാർ എക്കണോമിക് യൂണിയൻ ഡോക്ടർ പൽപ്പു. പ്രത്യക്ഷ രക്ഷാ ദേവസഭ. പ്രത്യക്ഷ രക്ഷാ ദേവസഭ സ്ഥാപിച്ചത് PSC റിപ്പീറ്റഡ് ക്വസ്റ്റ്യനാണ്. പ്രത്യക്ഷ രക്ഷാ ദേവസഭ സ്ഥാപിച്ചത് പൊയ്കയിൽ യോഹന്നാൻ അഥവാ കുമാരഗുരു അല്ലെങ്കിൽ പൊയ്കയിൽ കുമാര ഗുരുദേവൻ. അതിന് ഷോർട്ട് ഫോം PRDS എന്നാണ് കേട്ടോ. 1909 PRDS അഥവാ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിക്കുന്നത്. അതിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ഇരവിപ്പേരൂരാണ്. ഇരവിപ്പേരൂർ PSC ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഇരവിപ്പേരൂർ ജില്ല ഏതാണെന്ന് വെച്ചാൽ പത്തനംതിട്ട. അടുത്ത 62ാമത്തെ ക്വസ്റ്റ്യൻ. മുസ്ലിം ഐക്യസംഘം സ്ഥാപിക്കുന്നത് വക്കം അബ്ദുൽ ഖാദർ മൗലവി. വക്കം അബ്ദുൽ ഖാദർ മൗലവി. അഖില തിരുവിതാംകൂർ മുസ്ലിം സഭ സ്ഥാപിക്കുന്നത് അബ്ദുൽ ഖാദർ മൗലവി. സാധുജന പരിപാലന സംഘം സ്ഥാപിക്കുന്നത് അയ്യങ്കാളി. 64ാമത്തെ ചോദ്യമാണ്. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് ആരാണ്? അയ്യങ്കാളിയാണ്. ഏത് വർഷമാണ്? 1907 അയ്യങ്കാളിയുടെ ജനനം PSC ചോദിച്ചിട്ടുള്ളതാണ്. 1863 ഓഗസ്റ്റ് മാസം 28 അയ്യങ്കാളി ജനിക്കുന്നത്. 1863 ഇപ്പോൾ വില്ലുവണ്ടി സമരവുമായിട്ട് ബന്ധപ്പെട്ട നവോത്ഥാന നായകൻ ആരാണെന്ന് ചോദിച്ചാൽ അത് അയ്യങ്കാളിയാണ്. അതുപോലെ തന്നെ ആദ്യമായിട്ട് തൊഴിൽ പണിമുടക്ക് ആരംഭിച്ച നവോത്ഥാന നായകനും അയ്യങ്കാളിയാണ്. പഞ്ചമി എന്ന് പറയുന്ന വിദ്യാർത്ഥിക്ക് പഠിക്കാനുള്ള അവകാശത്തിന് വേണ്ടി സമരം ചെയ്ത് അല്ലെങ്കിൽ ദളിതർക്ക് പഠിക്കാനുള്ള അവകാശത്തിന് വേണ്ടി സമരം ചെയ്തതിൽ പ്രധാനപ്പെട്ട നേതാവായിരുന്നു അയ്യങ്കാളി. അങ്ങനെ അദ്ദേഹത്തെക്കുറിച്ച് ഒരു വീഡിയോ തന്നെ ചെയ്യാനുള്ള ഉണ്ട്. തൽക്കാലം സമയക്കുറവ് മൂലം അത്രയും പറഞ്ഞു നിർത്തുന്നു. അടുത്തത് 65ാമത്തെ ക്വസ്റ്റ്യനാണ്. കല്യാണദായിനി സഭ, പ്രബോധന ചന്ദ്രോദയ സഭ, ജ്ഞാനോദയം സഭ, സുധർമ്മ സൂര്യോദയ സഭ, ആര്യ വംശോദ്ധാരണി സഭ, സന്മാർഗ പ്രദീപ സഭ, അരയ സമാജം, അഖില കേരള അരയ മഹാസഭ, ബാലസമുദായ പരിഷ്കാരണി സഭ, കൊച്ചി പുലയ മഹാസഭ എല്ലാം സ്ഥാപിച്ചത് പണ്ഡിറ്റ് KP കറുപ്പനാണ്. ഇതിൽ PSC എടുത്ത് ചോദിച്ചിട്ടുള്ള സഭകളുടെ പേരുകളൊന്ന് പറയുകയാണ്. കൊച്ചി പുലയ മഹാസഭ, പിന്നെ ബാലസമുദായ പരിഷ്കാരണി സഭ, അരയ സമുദായ, അഖില കേരള അരയ മഹാസഭ. ഇത്രയും സഭകൾ പ്രത്യേകമായിട്ട് ഒന്ന് ശ്രദ്ധിച്ച് പഠിക്കുന്നത് നന്നായിരിക്കും. പിന്നെ വേലിക്കുട്ടി അരയനുമായി ബന്ധപ്പെട്ട് 66ാമത്തെ ചോദ്യമാണ്. അരയ വംശ പരിപാലന യോഗം, സമസ്ത കേരള അരയ മഹാജന യോഗം, തിരുവിതാംകൂർ രാഷ്ട്രീയ മഹാസഭ, അഖില തിരുവിതാംകൂർ നാവിക തൊഴിലാളി സംഘം. അതൊന്ന് ശ്രദ്ധിച്ചോളൂ. അഖില തിരുവിതാംകൂർ നാവിക തൊഴിലാളി സംഘം സ്ഥാപിച്ചതാരാണ്? ഡോക്ടർ വേലുക്കുട്ടി അരയനാണ്. അപ്പോൾ ഇവരുടെ രണ്ടിൻ്റെയും ഡോക്ടർ പൽപ്പുവിൻ്റെയും പണ്ഡിറ്റ് KP കറുപ്പൻ്റെയും ഡോക്ടർ വേലുക്കുട്ടി അരയൻ്റെയും സംഘടനകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്.
ധർമ്മട സംഘം ടി കെ മാധവൻ, ഈഴവ അസോസിയേഷൻ ടി കെ മാധവൻ, കേരള സഹോദര സംഘം സ്ഥാപിച്ചവരാണ് സഹോദരൻ അയ്യപ്പൻ, ജാതി നാശിനി സഭ സ്ഥാപിച്ചതാണ് ആനന്ദ തീർത്ഥൻ, സമത്വ സമാജം സ്ഥാപിച്ചതാണ് വൈകുണ്ഠ സ്വാമി. സമത്വ സമാജം സ്ഥാപിക്കുന്നതാരാണ്? വൈകുണ്ഠ സ്വാമി. 1863 സമത്വ സമാജം സ്ഥാപിക്കുന്നത്. കേരളത്തിലെ തന്നെ നവോത്ഥാന നേതാക്കളിലെ ആദ്യത്തെ വ്യക്തി എന്ന് പറയുന്നത് സമത്വ സമാജം സ്ഥാപിച്ച വൈകുണ്ഠ സ്വാമിയാണ്. അദ്ദേഹമാണ് മുത്തുക്കുട്ടി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ മുന്തിരിക്കിണർ സ്ഥാപിച്ചത്, എല്ലാ ജാതിയിലും മതത്തിലും പെട്ട ആളുകൾക്ക് വെള്ളം കുടിക്കുന്നതിനെ മുന്തിരിക്കിണർ സ്ഥാപിച്ചത് ഈ വൈകുണ്ഠ സ്വാമിയാണ്. തിരുവിതാംകൂർ ഭരണകർത്താവായിരുന്ന ശ്രീ ചിത്തിര തിരുനാൾ രാജാവിനെ എതിർത്തതിനെ തുടർന്ന് തടവിലാക്കിയത് ആരെയാണെന്ന് ചോദിച്ചാൽ വൈകുണ്ഠ സ്വാമികളെയാണ്. അയ്യാവഴി സംഘടന സ്ഥാപിച്ചതാരാണ്? വൈകുണ്ഠസ്വാമി. ആത്മവിദ്യാസംഘം വാഗ്ഭടാനന്ദൻ. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സഹകരണ സൊസൈറ്റി സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദൻ. ആനന്ദമതം സ്ഥാപിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗി. ആനന്ദ മഹാസഭ ബ്രഹ്മാനന്ദ ശിവയോഗി. അപ്പം ഒരു കോഡാണത്. എന്താണ്? ആനന്ദം കൂട്ടി വരുന്ന സംഘടനകൾ 2 അതിൽ 2 ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. അപ്പം അവിടെ ഒരു ആനന്ദം ഉണ്ടെന്ന് ഓർത്താൽ മതി. പിന്നെ ഇങ്ങനത്തെ കോഡുകളൊക്കെ വെച്ച് പഠിക്കുന്നത് വളരെ ഉപകാരമായിരിക്കും. ഹിന്ദു പുലയ സമാജം കുറുമ്പൻ ദൈവത്തൻ, കേരള പുലയ മഹാസഭ പി കെ ചാത്തൻ മാസ്റ്റർ, ഭാഷാഭൂഷണി സഭ കണ്ടത്തിൽ വർഗീസ് മാപ്പിള, മലയാളി സഭ സി കൃഷ്ണൻപിള്ള, 81 മുഹമ്മദീയ സഭ മക്തിത്തങ്ങൾ, 82 തിരുവിതാംകൂർ ചേരമർ മഹാസഭ പാമ്പാടി ജോൺ ജോസഫ്. അപ്പോൾ ഏകദേശം നമ്മളൊരു 82 സംഘടനകളോളമാണ് പെട്ടെന്ന് ഈ വീഡിയോയിലൊന്ന് സ്കിപ്പ് ചെയ്തു പോയത്. അതിൽ പ്രധാനപ്പെട്ട സംഘടനകളെയും അവയെ ബന്ധപ്പെട്ട വസ്തുതകളെയും ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് എല്ലാം ഒന്നുകൂടെ ഒന്ന് ഓടിച്ച് നോക്കാനുള്ള സമയമില്ല. പെട്ടെന്ന് മനസ്സിലാകും. നിങ്ങൾ കുറിപ്പെഴുതിയെടുക്കുകയാണ് നന്നാണ്. അപ്പം അടുത്ത വീഡിയോയ്ക്കായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. പുതിയൊരു കണ്ടൻറ്റും പുതിയൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്തുന്നതാണ്. താങ്ക്